ഹലോ ഗായ്സ്, സുഖം തന്നല്ലേ? പഴയ കാര്യങ്ങൾ എപ്പോഴും ഒരു നൊസ്റ്റാൾജിയല്ലേ? ഇവിടെ ഞാൻ മനോഹരമായ കുറേ യാത്രകൾ ഷെയർ ചെയ്യുകയാണ്. 2015 കുറേ ഫാമിലിയുമായി പോയ ഒരു ശ്രീലങ്കൻ യാത്രയുടെ ഓർമ്മകൾ ഞാൻ നിങ്ങൾക്കായി പങ്കുവയ്ക്കുന്നു. ഒരു എലിഫൻ്റ് ഓർഫനേജിൽ തുടങ്ങിയതായിരുന്നു ഞങ്ങളുടെ യാത്ര. പ്രകൃതിയെ സ്നേഹിക്കുന്നവർക്കൊരു ഗാർഡൻ വിസിറ്റും ഉണ്ടായിരുന്നു. പിന്നെ പോയത് ബുദ്ധ ടെമ്പിൾ ഓഫ് ട്രൂത്ത് ആയിരുന്നു. ഈ യാത്രകളുടെ ഓർമ്മകൾ തന്നെ മനോഹരമാണ്. പല പല CD-കളിലും ഫോൾഡറിലുമായി എടുത്തു വെച്ച വീഡിയോസും പിക്ചേഴ്സും ഒക്കെ പൊടി തപ്പി എടുത്താണ് ഈ വീഡിയോ ഉണ്ടാക്കിയത്. ശ്രീലങ്കയുടെ പ്രധാന ടൂറിസ്റ്റ് അട്രാക്ഷനായ കാൻഡിയിലെ ദൃശ്യങ്ങളാണ് ഇത്രയും നേരം കണ്ടത്. രാമായണത്തിൽ ശ്രീലങ്കയ്ക്ക് ഒരു വലിയ സ്ഥാനമുണ്ട്. ഇവിടെ നിറയെ ക്ഷേത്രങ്ങളുണ്ട്, സീതാരാമ ടെമ്പിളുണ്ട്. ഇനി കൊളംബോ കാഴ്ചകൾ കാണാം. ഇനി അടുത്തത് ലയൺ റോക്കാണ്. ഇത് ശ്രീലങ്കയിലെ ടോപ്പ് അട്രാക്ഷനാണ്. ഇതിൻ്റെ മുന്നിലൊരു ലയൺ ഗേറ്റും ഉണ്ട്. ലയണിൻ്റെ കാലും നഖവുമെല്ലാം കാണാം. ഇതിൻ്റെ മുകളിൽ കയറുക ഒരു ചലഞ്ചിങ് ടാസ്ക്കാണ്. 1000-ൽ കൂടുതൽ സ്റ്റെപ്പുകളുണ്ട്. ഇതൊരു പാലസ് ആയിരുന്നു, ഇപ്പോൾ ഹെറിറ്റേജ് സൈറ്റാണ്. ഇവിടുത്തെ നാഷണൽ അനിമൽ എന്ന് പറയുന്നത് ശ്രീലങ്കൻ എലിഫൻ്റാണ്. അപ്പോൾ എവിടെ നോക്കിയാലും അതിൻ്റെ കൊത്തുപണികളൊക്കെ കാണാൻ പറ്റും. ഭംഗിയുള്ള മോസ്ക്, ടെമ്പിള്, പാർക്ക് എല്ലാം ഇവിടെയുണ്ട്. ഇവിടെ പോയപ്പോൾ കുറച്ച് ശ്രീലങ്കൻ വാക്കുകളൊക്കെ പഠിച്ചിരുന്നു. അതിലൊന്ന് മാത്രമേ ഇപ്പം എനിക്ക് ഓർമ്മയുള്ളൂ, ആയുബുവാൻ. 2018 ഞങ്ങൾ പോയത് തായ്ലൻഡിലെ ഏറ്റവും വലിയ ഐലൻഡായ പുക്കറ്റിലേക്കാണ്. ഫാമിലി ഫ്രണ്ട്സുമായി പോയ ഈ യാത്രയിൽ ആദ്യ വിസിറ്റ് പുക്കറ്റ് ഫാൻറ്റാസിയിലേക്കായിരുന്നു. ഇതൊരു കൾച്ചറൽ തീം പാർക്കാണ്. തായ് കൾച്ചറും ട്രഡീഷൻസും ഒക്കെ കാണിക്കുന്ന ഒരു ഷോ. പുക്കറ്റിൽ നിറയെ ഐലൻഡും റെയിൻ ഫോറസ്റ്റും മൗണ്ടൻസും എല്ലാം ഉള്ളൊരു സ്ഥലമാണ്. പിന്നെ ഞങ്ങൾ പോയത് ജെയിംസ് ബോണ്ട് ഐലൻഡിലേക്കാണ്. അതിനാദ്യം നമ്മൾക്ക് ബോട്ടിലൂടെ പോകണം. ഇങ്ങനെയുള്ളൊരു അറ്റ്മോസ്ഫിയറിലുള്ള ഒരു ട്രിപ്പ്, അതൊരു റിയൽ വൈബായിരുന്നു. ഇവിടുത്തെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള കാര്യമാണ് ഈ കാനോയിങ്, ഈ ചെറിയ റോയിങ് ബോട്ടിലൂടെയുള്ള യാത്ര. ദ്വീപിൻ്റെയും റെയിൻ ഫോറസ്റ്റിൻ്റെയും മൗണ്ടൻസിൻ്റെയും എല്ലാ ഭംഗിയും നമുക്ക് ഈ ബോട്ടിലൂടെയുള്ള യാത്രയിൽ ആസ്വദിക്കാൻ പറ്റും. കുറച്ച് വർഷം മുമ്പിലത്തെ യാത്രയായതുകൊണ്ട് പുക്കറ്റിലെ ഏതെങ്കിലും സ്ഥലത്തിൻ്റെ പേരിൽ മിസ്റ്റേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് ക്ഷമിക്കണം. കുട്ടികൾക്കും വലിയവർക്കും ഒരുപോലെ ചെയ്യാവുന്ന നിറയെ ആക്ടിവിറ്റീസും ഇവിടെയുണ്ട്. പിന്നെ പോയത് ടൈഗർ കിങ്ഡത്തിലാണ്. അവിടെ എല്ലാവർക്കും പരിചയമുള്ളതല്ലേ. ടൈഗറിൻ്റെ കൂടെ നിന്ന് ഫോട്ടോ എടുക്കാം, വീഡിയോ എടുക്കാം. അങ്ങനെ വലിയ ഉപദ്രവങ്ങളൊന്നും ചെയ്തതായിട്ട് അറിവില്ല, എന്നാലും നമ്മളൊന്ന് സൂക്ഷിക്കേണ്ടതുണ്ട്. പുക്കറ്റ് ഒരു മസ്റ്റ് വിസിറ്റ് ഡെസ്റ്റിനേഷൻ എന്നേ ഞാൻ സജസ്റ്റ് ചെയ്യുകയുള്ളൂ. തായ് ഫ്ലേവറുള്ള ഇന്ത്യൻ ഫുഡുകളെല്ലാം വളരെ നന്നായിരുന്നു. പുക്കറ്റ് ഒരു ദ്വീപുകൾ നിറഞ്ഞ സ്ഥലമാണെങ്കിൽ ബാങ്കോക്ക് ഒരു ബിസി സിറ്റിയാണ്. അത് തലസ്ഥാനവുമാണ്. അവിടുത്തെ ഫ്ലോട്ടിംഗ് മാർക്കറ്റിലൂടെ ഒരു യാത്രയുണ്ടായിരുന്നു. ബാർഗെയിൻ ചെയ്ത് ഷോപ്പിംഗ് ചെയ്യാൻ പറ്റിയൊരു സ്ഥലമാണിത്. ഇവിടുത്തെ റിലീജിയൻ ബുദ്ധിസമാണ്. അതുകൊണ്ട് തന്നെ നിറയെ ബുദ്ധ ടെമ്പിൾ നമുക്ക് കാണാം. എവിടെ നോക്കിയാലും ബുദ്ധ ടെമ്പിൾ നമുക്ക് ഓരോ ഭാഗത്തായിട്ട് കാണാൻ പറ്റും. ഈ ബുദ്ധ ടെമ്പിളുകളുടെ പേരൊന്നും എനിക്കിപ്പോൾ ഓർക്കാൻ പറ്റുന്നില്ല. എല്ലാ പേരിനും കുറച്ച് നീളം കൂടുതലായിരുന്നു.
ഓരോരോ ബുദ്ധ ടെമ്പിളിൽ പോകുമ്പോഴും ഏതാണ് ഏറ്റവും കൂടുതൽ ഭംഗിയെന്ന് പറയാൻ ബുദ്ധിമുട്ടായിരുന്നു. അത്ര മനോഹരമായിരുന്നു അവിടുത്തെ ഓരോ അമ്പലങ്ങൾ. തായ് കൾച്ചറിൻ്റെ കുറച്ച് ഭാഗങ്ങൾ നമുക്ക് കാണാം. അനന്തശയനത്തിലുള്ള ഗോൾഡൻ ബുദ്ധ സ്റ്റാച്യുവും ഉണ്ടായിരുന്നു. ഇതെല്ലാം പല പല ബുദ്ധ ടെമ്പിളുകളുടെ പിക്ചേഴ്സാണ്. ഇതെല്ലാം ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനും കൂടിയാണ്. ഇവിടേക്ക് വരുന്നതും പോകുന്നതും സുവർണഭൂമി ഇൻ്റർനാഷണൽ എയർപോർട്ടിലൂടെയായാൽ ഈ യാത്ര അതിമനോഹരമാവും. 2018 ഞങ്ങൾ പോയത് ഒമാനിൻ്റെ തലസ്ഥാനമായ മസ്കറ്റിലേക്കായിരുന്നു. 5 മണിക്കൂർ ദൈർഘ്യമുള്ള ഒരു കാർ യാത്ര. അവിടുത്തെ ഒരു അട്രാക്ഷനാണ് പോർച്ചുഗീസുകാർ കെട്ടിയ മുട്ര ഫോർട്ട്. മസ്കറ്റിലുള്ള ഒരു ഫാമിലി ഫ്രണ്ടും ഒരുമിച്ചാണ് അവിടെയൊക്കെ കറങ്ങി നടന്നത്. അതിൽ മെയിനായിട്ടൊരു സ്ഥലത്ത് പോയത് മെറീന ബന്ദർ അൽ റൗദ. ഇതൊരു ക്രൂസിങ് ആക്ടിവിറ്റിയാണ്. വാട്ടർ സ്പോർട്സ് എല്ലാം ഉള്ള സ്ഥലമാണ്. ക്രൂസ് എല്ലാം എല്ലാ രാജ്യത്തും ഉള്ളതാണ്. പക്ഷേ ഇവിടുത്തെ ഒരു വ്യത്യസ്തമായിട്ട് തന്നെ തോന്നി. ഈ ബോട്ട് പോകുന്നത് ഉൾക്കടലിലോട്ടാണ്. പിന്നെ അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ഡൈവിങ് ആക്ടിവിറ്റീസ് എല്ലാം ചെയ്യാൻ പറ്റും. UAE ഒരു ബോർഡറാണ് ഒമാൻ. പിന്നെ നമുക്ക് ഹജർ മൗണ്ടൻസ് ഒക്കെ അവിടെ കാണാം. ബോട്ട് അവിടെ നിർത്തിയിട്ട് ഇനി ലൈഫ് ജാക്കറ്റ് ഇട്ട് എല്ലാവരും വെള്ളത്തിലേക്ക് ഡൈവ് ചെയ്യാൻ ഇറങ്ങി. അതൊരു നല്ല രസമുള്ള സീനാണ്. ചോയ്സുകൾ ഒരുപോലെയുള്ള 2-3 ഫാമിലികൾ കൂടുമ്പോൾ പിന്നെ എല്ലാം ഒരു രസമല്ലേ. മസ്കറ്റിലേക്കുള്ള യാത്ര ഒരു വീക്കെൻഡ് ട്രിപ്പായിരുന്നു. അവിടെ പാർക്കെല്ലാം കറങ്ങി നടന്ന് നല്ല രസമുള്ളൊരു യാത്രയായിരുന്നു. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് ചെയ്യണേ. ഒമാനിലെ ഒരു വലിയ സിറ്റിയായ സലാലിലേക്കാണ് 2019 ഞങ്ങൾ പോയത്. ദുബായിൽ നിന്ന് സലാലിലെത്താൻ 13 മണിക്കൂർ യാത്ര ചെയ്യണം. അഞ്ച് കാറിലായി 23 പേരോളം അടങ്ങിയ ഒരു യാത്രയായിരുന്നു. ഇത്രയും പ്രകൃതി വിഭവങ്ങളാൽ നിറഞ്ഞ സലാല കാണാനായിട്ട് പോയത്. ഇവിടെ കാണുന്നതെല്ലാം ദഫർ റോക്കുകളാണ്. അതിമനോഹരമാണ് ഇവയെല്ലാം കാണാൻ.
ഇങ്ങനെയുള്ള യാത്രകൾ പോകുമ്പോൾ വണ്ടിയുടെ എൻജിൻ ചൂടാവാതിരിക്കാൻ ഉച്ച കഴിഞ്ഞ് പോകുന്നതായിരിക്കും നല്ലത്. അതോടൊപ്പം ഭക്ഷണങ്ങളും നിറയെ സ്റ്റോക്ക് ചെയ്യേണ്ടതാണ്. UAEയിൽ ഒരു പബ്ലിക് ഹോളിഡേ വന്നാൽ ആളുകൾ പോവാൻ ചൂസ് ചെയ്യുന്നൊരു സ്ഥലമാണ് സലാല. അതൊരു ഖരീഫ് സീസണിലായാൽ നല്ല രസമായിരിക്കും. ജൂൺ മുതൽ സെപ്റ്റംബർ വരെയാണ് ഖരീഫ് സീസൺ. ഈ റോക്കുകളുടെ അടിയിൽ കൂടെ കാറുകൾ വരിവരിയായി പോകുന്നത് കാണാൻ തന്നെ നല്ല ഭംഗിയാണ്. ഇനി നമുക്ക് സലാലയിലെ മനോഹരമായ ദൃശ്യങ്ങളിലേക്ക് പോകാം. ഖരീഫ് സീസണിൽ മുഴുവൻ മിസ്റ്റുകളാണ് ഇവിടെ. ഈ ഒരു കാലാവസ്ഥയാണ് ഒമാനിലെ വേറെ സ്ഥലങ്ങളിൽ നിന്ന് സലാലയെ വ്യത്യസ്തമാക്കുന്നത്. ഇത് സലാലയിൽ മാത്രമേ ഉള്ളൂ. അവിടെ അമ്പലങ്ങളുണ്ട്, പിന്നെ തെങ്ങ് കൃഷിയും വാഴക്കൃഷിയുമൊക്കെയാണ് അവിടെ കൂടുതലായിട്ടുള്ളത്. കേരളം പോലെയേ തോന്നുകയുള്ളൂ. നിറയെ ബീച്ചുകളും വെള്ളച്ചാട്ടവും മൗണ്ടൻസും അരുവികളും കേവുകളും എല്ലാം ഉള്ളൊരു സ്ഥലമാണ് സലാല. ഇത്രയും മനോഹരമായ ദൃശ്യങ്ങൾ മൊബൈലിൽ പകർത്താതെ ആർക്കും ഇവിടെ നിന്ന് പോകാൻ കഴിയുകയില്ല. ഇനി നമുക്ക് വാടി കാണാം. വാടി ഒരു അറബിക് വേർഡാണ്, നദീതീരം. അവിടെ ബോട്ടിംഗ് എല്ലാം ഉണ്ട്. അതിമനോഹരമായൊരു വെള്ളച്ചാട്ടം കാണാം. ഇതെല്ലാം നാച്ചുറലാണ്, ആർട്ടിഫിഷ്യലായി ഉണ്ടാക്കിയതല്ല. പിന്നെ ഒരു ഫോർട്ടൊക്കെ ഉണ്ട്. ഫോർട്ടിൽ നിന്ന് നോക്കിയാലും നമുക്ക് ബീച്ചുകൾ കാണാം. മുക്സേൽ ബീച്ചിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് നാച്ചുറലായി ഉണ്ടായ കേവുകളൊക്കെ കാണാൻ പറ്റും. നല്ല ഹൈറ്റിൽ നിന്നുള്ള വെള്ളച്ചാട്ടങ്ങളൊക്കെ ഇവിടെ ഉണ്ടാവാറുണ്ട്. അതൊക്കെ ഓരോ ദിവസവും വ്യത്യസ്തമായിരിക്കും. ഇനി അടുത്തതാണ് ഗ്രാവിറ്റി ഹിൽ. ഗിയറില്ലാതെ വണ്ടികൾ തനിയെ മുകളിലോട്ട് കയറും. ഇതൊക്കെയാണ് സലാല വിശേഷങ്ങൾ. എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് ചെയ്യണേ. ഇനി പുതിയ വീഡിയോകളുമായി വരാം. താങ്ക് യു ഫോർ വാച്ചിങ്.